വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൂപ്പർ 50 എന്ന് പറയുന്ന സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സീരീസ് പലർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പോൾ ആ സീരീസിനകത്തിലെ അടുത്ത വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദേ മോഡൽ 26 മുതലുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ദേ വീഡിയോ നോക്കിക്കൊള്ളുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ത്? ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ടോപ്പിക്കാണ്. ഓരോ ടോപ്പിക്കും നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്ന രീതി, ഇക്വേഷൻ മറന്നുപോയാൽ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ 1, 2, 3 മോഡലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 3, 4 മോഡൽ രീതിയിലൊക്കെ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ള കണക്കുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കണക്കുകൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്കോ ഒരു ക്വസ്റ്റ്യനോ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിനകത്തിലെ ആ വീഡിയോസ് പോയി കണ്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വന്ന് ഇത് കാണുക. കാരണം ഇത് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രം പറഞ്ഞ് വേഗം പോകുന്നൊരു വീഡിയോ ആണ്. 50 ക്വസ്റ്റ്യനോളം നമ്മൾ 50 മോഡൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയിലും 5 മോഡലാണ് നമ്മൾ ഉൾപ്പെടുത്തി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇത് നോക്കിയേ. 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരിയാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഈ ശരാശരി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? ആവറേജ് ഈക്വൽ ടു അല്ലേ. ശരാശരി നമ്മൾ പറയുന്നത് ആവറേജ് എന്നാണ്. ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണല്ലേ. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണെങ്കിൽ ഇവിടെ ഈ ടോട്ടൽ എന്ന് പറയുന്നത് എന്താ? ഇരട്ടസംഖ്യയുടെ 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യയുടെ തുക എടുക്കണം ആദ്യം. 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യയുടെ തുക ആദ്യം എടുക്കണം അല്ലേ. ആ തുക എടുത്തിട്ട് അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് മുമ്പ്, ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഈ ശരാശരിയും അല്ലെങ്കിൽ ഈ ഇരട്ടസംഖ്യയുടെയും എണ്ണൽ സംഖ്യയുടെയും ഒറ്റ സംഖ്യകളെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ വീഡിയോസ് കണ്ടിട്ട് വീണ്ടും കാര്യങ്ങൾ റീകളക്ട് ചെയ്തെടുക്കണം. അപ്പോൾ എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇനി കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് നമ്മളിങ്ങനെ റീകളക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും അല്ലേ. നമുക്ക് ഓർമ്മ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചോണം, അത് നമ്മൾ ഒന്നും കൂടെ നല്ല രീതിയിൽ പഠിക്കേണ്ട. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ വീണ്ടും എടുത്തു വെച്ച് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കൊന്ന് ബാക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒന്ന് റീകളക്ട് ചെയ്തുകൊണ്ട് വരാം. ആദ്യം മുതൽ ഞാൻ പറയുന്നത് നോക്കിക്കോ. n എണ്ണൽ സംഖ്യയുടെ ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. തുക കാണാനുള്ള ഇക്വേഷൻ, ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. n × n+1 ഡിവൈഡ് ബൈ 2. n × n+1 ഡിവൈഡ് ബൈ 2 ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? ആദ്യത്തെ n ഇരട്ടസംഖ്യയുടെ തുകയാണെങ്കിൽ എളുപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എളുപ്പം കാണാൻ പഠിക്കാനുള്ള എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. n എണ്ണൽ സംഖ്യയുടെ തുകയുണ്ടല്ലോ, ഈ തുകയ്ക്കകത്തിൽ ഇപ്പം നമ്മൾ എഴുതിയ n × n+1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ, ആ ഇക്വേഷനകത്തിൽ ഏതാണോ ഇരട്ടസംഖ്യ ആ ഇരട്ടസംഖ്യ അങ്ങ് മാറ്റുക. ഇവിടെ ഇരട്ടസംഖ്യ ഏതാ? 2 ആണ് ഇരട്ടസംഖ്യ. ആ ഇരട്ടസംഖ്യ അങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ n ഇരട്ടസംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ കിട്ടും. മനസ്സിലായോ? പഠിച്ചിരിക്കാൻ വേണ്ടി, ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞത്. n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം n × n+1 ഡിവൈഡ് ബൈ 2 ആണ്. അതിൽ നിന്നും ഇരട്ടസംഖ്യയായ 2നെ അങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും? ആദ്യത്തെ n ഇരട്ടസംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആയിരിക്കും. ഇനി ഈ കിട്ടിയേക്കുന്ന n × n+1 എന്ന് പറയുന്ന ആ ഇക്വേഷനകത്തിൽ നിന്നും ഒറ്റ സംഖ്യയായ 1നെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ കിട്ടും. ഇതിൽ നിന്നും n × n+1ൽ നിന്നും ആ +1നെ അങ്ങ് മാറ്റുന്നു, അതല്ലേ നമ്മുടെ ഒറ്റ സംഖ്യ. ആ ഒറ്റ സംഖ്യ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ n × n n² എന്ന് നമുക്ക് കിട്ടും. n² എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? പറഞ്ഞ ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഇത്രയും കാര്യം നമുക്ക് കാണാൻ പഠിച്ചു ഇരിക്കാൻ പറ്റുമല്ലോ. എന്താ? n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 ഡിവൈഡ് ബൈ 2. n ഇരട്ടസംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എണ്ണൽ സംഖ്യയുടെ തുകയ്ക്കകത്തിൽ നിന്നും ഇരട്ടസംഖ്യയായ 2നെ അങ്ങ് ഒഴിവാക്കിയാലുള്ള ബാക്കി ഇക്വേഷൻ n × n+1. ഇനി അതിൽ നിന്നും +1നെ അങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് n × n n². എന്താ? ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇത്രയും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി ഇതിൻ്റെ എല്ലാം ശരാശരി കാണാനുള്ള സമവാക്യം നോക്കാം. ശരാശരി നോക്കിക്കോ. ശരാശരി ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട, നമ്മളെല്ലാം എന്താ മനസ്സിലാക്കി പഠിപ്പിക്കുന്നുണ്ട്. ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ടതായിട്ടുള്ളൂ.
ഉള്ളതില്ല. അതേ നോക്കിയേ, എന്താ ശരാശരി എന്താണെന്ന് മുമ്പേ നമ്മൾ പറഞ്ഞു, ടോട്ടൽ ഡിവൈഡ് ബൈ n ആണ് അല്ലേ. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ് എന്തെന്ന് പറയുന്നത്, ശരാശരി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്തായിരിക്കും? എണ്ണൽ സംഖ്യയുടെ ശരാശരി, ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്തായിരിക്കും? ഈ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ആ തുകയായ n × n + 1 n × n + ഡിവൈഡ് ബൈ 2 അല്ലേ. ആ 2 അല്ലെങ്കിൽ ആ ഇക്വേഷനെ n × n + 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അല്ലെങ്കിൽ n എണ്ണൽ സംഖ്യകളെന്നല്ലേ പറഞ്ഞത്, അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകൾ, n എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യകളുണ്ട് എന്നുള്ളതാണ് n കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ആ n അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ n ക്യാൻസലായി പോയിട്ട് ബാക്കി n + 1 ഡിവൈഡ് ബൈ 2 എന്നുള്ളത് കിട്ടും. n + 1 ഡിവൈഡ് ബൈ 2 അതാണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ. n + 1 ഡിവൈഡ് ബൈ 2 n + 1 ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അല്ലെങ്കിൽ ഇത് കൂടാതെ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പറയാം സംഖ്യയുടെ പകുതി പ്ലസ് 0.5 എന്ന് പറയാം. സംഖ്യയുടെ പകുതി പ്ലസ് 0.5 എന്നും പറയാം അല്ലേ. സംഖ്യ എന്ന് പറയുന്നതിൻ്റെ പകുതി എത്ര? ആദ്യത്തെ 40 എണ്ണൽ സംഖ്യയുടെ തുക ശരാശരിയാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്ത് പറയാം? 40ൻ്റെ പകുതിയായ 20 പ്ലസ് 0.5. നോക്കിയേ, n ഡിവൈഡ് ബൈ 2 പ്ലസ് 1/2 എന്ന് പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ, n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n ക്യാൻസലായി പോയിട്ട് ബാക്കി n + 1 ഡിവൈഡ് ബൈ 2 ആണെന്ന് ശരാശരി എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, അതിൽ നിന്ന് ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചോ? ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, n ഇരട്ട സംഖ്യകളുടെ തുകയാണ് കാണുന്നതെങ്കിൽ n ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് കാണാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ n ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്താ, നമുക്കറിയാം തുക ഡിവൈഡ് ബൈ നമ്പർ ആണ് അല്ലേ. ഇവിടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം n × n + 1 n × n + 1 ആണ് തുക കാണാനുള്ള ഇക്വേഷൻ. ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പോൾ നോക്കിയേ, n × n + 1 ഇതാണ് തുക. അതിനെ വീണ്ടും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരാശരി കിട്ടും. n ക്യാൻസലായി പോയി ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? n + 1 മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് പറയാം ശരാശരി കാണാൻ നോക്കിയേ, n എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാൻ n + 1 ഡിവൈഡ് ബൈ 2 ആണ്. അതിൽ നിന്ന് ആ 2നെ അങ്ങ് മാറ്റിയാൽ, ഇരട്ട സംഖ്യയായ 2നെ അങ്ങ് മാറ്റിയാൽ, നേരത്തെ നമ്മൾ തുക പറഞ്ഞതുപോലെ ഇരട്ട സംഖ്യയായ 2നെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് n ഇരട്ട സംഖ്യയുടെ ശരാശരി കിട്ടും n + 1. n ഇരട്ട സംഖ്യയുടെ ശരാശരി കിട്ടും n + 1. ഇനി നോക്കിയേ, ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡ് ബൈ നമ്പർ ആണല്ലേ. ഇവിടുത്തെ തുക എന്ന് പറയുന്നത് n² ആണ് ഡിവൈഡ് ബൈ n. ഒരു സ്ക്വയറും ആ n കൂടെ അങ്ങ് പോവും അല്ലേ. ബാക്കി എന്താ അവശേഷിക്കും? n മാത്രം അവശേഷിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇരട്ട സംഖ്യയുടെ ശരാശരിയായ n + 1-ലെ ഒറ്റ സംഖ്യയായ 1നെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് n ഒറ്റ സംഖ്യയുടെ ശരാശരി കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, തുകയും ശരാശരിയും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുകയും ശരാശരിയും, n ഇരട്ട സംഖ്യയുടെ തുകയും ശരാശരിയും, n ഓഡ് നമ്പേഴ്സിൻ്റെ ഒറ്റ സംഖ്യയുടെ തുകയും ശരാശരിയും, ഇത്രയും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിവൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാത്ത ഏതാണെന്ന് ഇത്ര ഇക്വേഷൻ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കാണും, ഏതാണോ നമ്മൾ പഠിക്കാത്ത ഇക്വേഷൻ എന്ന് നമുക്ക് മനസ്സിലായി കാണും അല്ലേ. ആ ഇക്വേഷൻ വരുന്ന വീഡിയോസ് കാണുക, അത് അനുസരിച്ച് പഠിക്കുക, ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ n ഇരട്ട സംഖ്യയുടെ ശരാശരിയല്ല ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മുതൽ തുടങ്ങും. 2, 4, 6, 8 എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് ആദ്യത്തെ ഇരട്ട സംഖ്യകളെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ തുടങ്ങിയിരിക്കുന്ന എത്രയില്ല? 20-ലാണ് തുടങ്ങിയിരിക്കുന്നത്. എവിടം വരെ? 80 വരെയുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നോക്കിയേ, ആദ്യ പദമായ ഇവിടുത്തെ 20 ഉണ്ടല്ലോ, 20-ൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ആ 20 എഴുതുക. 20-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 20 എഴുതി. എവിടം വരെയുള്ള ശരാശരി എടുക്കേണ്ടത്? 80 വരെയുള്ള ആയതുകൊണ്ട് നമ്മൾ +80. അപ്പോൾ 20ഉം 80ഉം കൂടെ അങ്ങ് കൂട്ടുക. എവിടം മുതലാണോ എവിടം വരെയാണോ അത് തമ്മിൽ കൂട്ടുക. 20 + 80 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 20 + 80 എത്ര? 100. 100 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 50 എന്ന് കിട്ടും. 50 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞ് ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇതേ മോഡൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. 20 മുതൽ 80 വരെ എന്നുള്ളത് ഞാൻ മാറ്റുന്നു.
50 മുതൽ 250 വരെ 50 മുതൽ 250 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? 50 മുതൽ 250 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി നോക്കിയേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സംഖ്യ എഴുതി 50 പ്ലസ് രണ്ടാമത്തെ സംഖ്യ എഴുതണം 250 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. 50 പ്ലസ് 250 300 ഡിവൈഡഡ് ബൈ 2 150 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും കൂടെ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 25 മുതൽ 74 വരെ 25 മുതൽ 74 വരെയുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരി എന്ത്? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സും ഇരട്ട സംഖ്യയാണോ എന്ന് ചെക്ക് ചെയ്യുക. തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സും ഇരട്ട സംഖ്യയാണോ? ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് നോക്കിയേ, 20ഉം 80ഉം ഇരട്ട സംഖ്യകളാണ്. 50ഉം 250ഉം ഇരട്ട സംഖ്യകളാണ്. പക്ഷേ ഇപ്പോൾ തന്നിരിക്കുന്ന 25ഉം 74ഉം 25 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറാണ്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഈവൻ നമ്പർ എടുക്കണം. 25 കഴിഞ്ഞുള്ള ഈവൻ നമ്പർ ഏതാ? 25 കഴിഞ്ഞുള്ള 26. ആ 26 മുതൽ 74 വരെ എന്നാക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ. പറഞ്ഞു മനസ്സിലായോ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഇതേ നോക്കിയേ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് തുടക്കം ഓഡ് നമ്പർ ആണെങ്കിൽ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തുടക്കം ഓഡ് നമ്പർ ആണെങ്കിൽ തൊട്ടടുത്തുള്ള എന്ത് ചെയ്യുക? ഈവൻ നമ്പർ എടുക്കുക. തൊട്ടടുത്തുള്ള ഈവൻ നമ്പർ എടുക്കുക. ഇനി അവസാനമാണ് നമുക്കൊരു ഓഡ് നമ്പർ തരുന്നതെങ്കിൽ, അവസാനം ഒരു 75 തരുന്നതെങ്കിൽ എന്ന് വിചാരിക്കുക. അവസാനമാണ് 75 തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് തൊട്ട് മുൻപുള്ള ഈവൻ നമ്പർ എടുക്കുക. അവസാനമാണ് 75 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ തന്നു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുൻപേ ഉള്ള ഒരു ഈവൻ നമ്പർ എടുക്കണം. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ നമ്മുടെ 2 പീരീഡ് തരുമല്ലോ, എവിടം മുതൽ എവിടം വരെ എന്നുള്ളൊരു പീരീഡ് തരുമല്ലോ. ആ പീരീഡിൻ്റെ ആദ്യത്തെ നമ്പറാണ് നമുക്ക് ഓഡ് നമ്പറായിട്ട് തരുന്നതെങ്കിൽ അത് കഴിഞ്ഞുള്ള ഈവൻ നമ്പർ എടുക്കണം. ഇവിടെ നോക്കിയേ 25 തന്നു. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിലാണ് 25 തന്നേക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 25 കഴിഞ്ഞുള്ളൊരു ഈവൻ നമ്പറായി 26 എടുത്തു. ഇനി അവസാനമാണ് എവിടം വരെ എന്നുള്ളതിനകത്തിൽ അവസാനത്തെയാണ് നമുക്ക് ഓഡ് നമ്പറായിട്ട് തരുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുൻപേ ഉള്ള ഈവൻ നമ്പർ എടുക്കണം. ക്ലിയർ ആണോ ഈ കാര്യം പറഞ്ഞേക്കുന്നത്? ഇനി നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അതായത് 26ഉം 74ഉമായി നമ്മുടെ ക്വസ്റ്റ്യൻ അത് തമ്മിൽ കൂട്ടുക. 26 പ്ലസ് 74 ഡിവൈഡ് ബൈ 2 ചെയ്യുക. ആൻസർ 100 ഡിവൈഡ് ബൈ 2 50 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി. മനസ്സിലായോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലായോ? n എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ നമ്മൾ പഠിച്ചു. n ഇരട്ട സംഖ്യയുടെ തുക കാണാൻ പഠിച്ചു. n ഒറ്റ സംഖ്യയുടെ തുക കാണാൻ പഠിച്ചു. n എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാൻ പഠിച്ചു. n ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാൻ പഠിച്ചു. n ഇരട്ട സംഖ്യയുടെ ശരാശരി പഠിച്ചു. ഒരു പീരീഡ് തന്നു കഴിഞ്ഞാൽ അതിനകത്തിൽ ഇരട്ട സംഖ്യയുടെ ശരാശരി കാണുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ? എവിടം മുതലാണോ എവിടം വരെയാണോ തന്നിരിക്കുന്നത്, എവിടം മുതൽ എവിടം വരെയാണോ തന്നിരിക്കുന്നത് അത് തമ്മിൽ കൂട്ടുക, ഡിവൈഡ് ബൈ 2 എടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ ശരാശരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ മുമ്പുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശരാശരിയുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഓർമ്മയില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് ഒന്ന് കാണുക. ഓക്കെ, നോക്കാം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ. അതിൽ ഏതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇല്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. തുടർച്ചയായ 4 ഇരട്ട സംഖ്യയുടെ ശരാശരി 27 ആയാൽ തുടർച്ചയായ 4 ഇരട്ട സംഖ്യയുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 4 ഇരട്ട സംഖ്യയുടെ തുടർച്ചയായ 4 ഇരട്ട സംഖ്യയുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തുടർച്ചയായ 4 ഇരട്ട സംഖ്യയുടെ ശരാശരി 27 ആയാൽ ചെറിയ സംഖ്യ ഏത് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ സംഖ്യ ഏത് എന്നും കണ്ടുപിടിക്കുന്ന പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി 4 ഒറ്റ സംഖ്യകളായാൽ തുടർച്ചയായ 4 ഒറ്റ സംഖ്യയുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ? മനസ്സിലായോ? ഇത് തന്നെ ഇപ്പോൾ എത്ര മോഡലായി? 4 മോഡൽ. ഈ 4 മോഡൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? തുടർച്ചയായ n ഇരട്ട സംഖ്യയുടെ ശരാശരി തന്നു കഴിഞ്ഞാൽ അതിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു. അതേ ഇക്വേഷൻ തന്നെയാണ് തുടർച്ചയായ n ഒറ്റ സംഖ്യയുടെ ശരാശരി തന്നിട്ട് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ചെയ്യുന്നത് അല്ലേ? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്.
ഇനി നമുക്ക് തരും തുടർച്ചയായ 5 ഒറ്റസംഖ്യയുടെ ശരാശരി, ഒറ്റസംഖ്യയുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും എന്ന് വെച്ചാൽ തുടർച്ചയായ 5 ഒറ്റസംഖ്യകളുടെ ശരാശരി 25 ആയാൽ അതിലെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം നമ്മളോട് കാണാൻ ചോദിക്കും. അതേപോലെ ഈ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള തുക നമ്മളോട് കാണാൻ ചോദിക്കും. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള തുക കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ശരാശരി എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്, ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. ഈ സൂപ്പർ 50 എന്ന് പറയുന്ന സീരീസ് തുടങ്ങി 3ാമത്തെ വീഡിയോയിലോ 2ാമത്തെ വീഡിയോയിലോ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ശരാശരി എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസും കൂടെ ഒന്ന് കാണുക. ഇനി ഇതേ അടുത്തൊരു മോഡലിലേക്ക് നമുക്ക് പോകാം. മോഡൽ 27 നോക്കിയേ, ഒരു തുക സാധാരണ പലിശ പ്രകാരം 20 വർഷം കൊണ്ട് ഇരട്ടിയായി. സാധാരണ പലിശ പ്രകാരം ശ്രദ്ധിക്കുക, ഒരു തുക സാധാരണ പലിശ പ്രകാരം 20 വർഷം കൊണ്ട് ഇരട്ടിയായി. പലിശ നിരക്കെന്ത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോണം. കാരണം സെയിം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനകത്തിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളോട് ആറാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു തുക സാധാരണ പലിശ പ്രകാരം 20 വർഷം കൊണ്ട് ഇരട്ടിയായി. തുകയുടെ ഇരട്ടിയായി 20 വർഷം കൊണ്ട് തുകയുടെ ഇരട്ടിയായെങ്കിൽ പലിശ നിരക്കെന്ത്? അതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കാര്യം. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തു നോക്കാം. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം എന്തൊക്കെയായിരുന്നു പഠിച്ചത്. ഒരു തുക n വർഷം കൊണ്ട് ഇരട്ടിയായാൽ അതിൻ്റെ പലിശ നിരക്ക് കാണാൻ, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? 100 ഡിവൈഡ് ബൈ n ചെയ്യണം. n വർഷം, എത്ര വർഷം കൊണ്ടാണോ ഇരട്ടി ആയത് അത് കാണാൻ എന്ത് ചെയ്യണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ 100 ഡിവൈഡ് ബൈ n ചെയ്യണം. ഇനി 3 ഇരട്ടിയായെങ്കിൽ, n വർഷം കൊണ്ട് 3 ഇരട്ടിയായെങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 200 ഡിവൈഡ് ബൈ n ആണ്. 200 ഡിവൈഡ് ബൈ n. ഇനി 4 ഇരട്ടിയാണെങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 300 ബൈ n ആണ്. ഇനി 5 ഇരട്ടിയാണെങ്കിലോ 400 ബൈ n. എന്താ പ്രത്യേകത? അതേ നോക്കിയേ, ഇരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻറ്റു 2 എന്നല്ലേ അർത്ഥം. ഇരട്ടി എന്ന് വെച്ചാൽ ഇൻറ്റു 2, അതായത് 2-ൽ നിന്നും 1 കുറയ്ക്കുക. 2-ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും അല്ലേ? അതായത് 100. 1 വെച്ച് കഴിഞ്ഞാൽ 100 ഡിവൈഡ് ബൈ n. ഇനി 3 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചാൽ ഇൻറ്റു 3 എന്നല്ലേ? 3 ഇരട്ടി എന്ന് വെച്ചാൽ ഇൻറ്റു 3 എന്നല്ലേ? 3 മടങ്ങ്. അന്ന് 3-ൽ നിന്ന് 1 കുറച്ച് നോക്കിയേ 2 കിട്ടും അല്ലേ? 200 ഡിവൈഡ് ബൈ n. ഇതേ 4 ഇരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇൻറ്റു 4 എന്നല്ലേ? 4 ഇരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 4-ൽ നിന്ന് 1 കുറച്ചാൽ 3 അല്ലേ? 300 ഡിവൈഡ് ബൈ n. അങ്ങനെയാണെങ്കിൽ 50 ഇരട്ടി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ, എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? 50 അല്ലേ? ഇൻറ്റു 50 ആണ് അതിനർത്ഥം അല്ലേ? 50 ഇരട്ടി എന്ന് വെച്ചാൽ ഇൻറ്റു 50. 50-ൽ നിന്ന് 1 കുറയ്ക്കുക, 49 ഡിവൈഡ് ബൈ n. 49 ഡിവൈഡ് ബൈ n. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ 2 ഇരട്ടിയാണെങ്കിൽ 2-ൽ നിന്ന് 1 കുറയ്ക്കുക, 100 ഡിവൈഡ് ബൈ n. 3 ഇരട്ടിയെങ്കിൽ 3-ൽ നിന്ന് 1 കുറയ്ക്കുക, 200 ഡിവൈഡ് ബൈ n. 4 ഇരട്ടിയെങ്കിൽ 4-ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 3 കിട്ടും അല്ലേ? 300 ഡിവൈഡ് ബൈ n. ക്ലിയർ ആണോ? 5 ഇരട്ടി എന്ന് പറഞ്ഞാലോ 5-ൽ നിന്ന് 1 കുറയ്ക്കുക, 400 ഡിവൈഡ് ബൈ n. ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. പലിശ നിരക്ക് കാണാനുള്ളതാണ്, അത് ശ്രദ്ധിച്ചോണം. കാരണം സെയിം ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നു. പലിശ നിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നോക്കിയേ, 20 വർഷം കൊണ്ട് ഇരട്ടിയായി എന്നാണ് ക്വസ്റ്റ്യൻ. ഇരട്ടിയായാലുള്ള ക്വസ്റ്റ്യൻ എന്താ? ഇരട്ടിയായ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം ഇൻറ്റു 2 ആണ്. ഇൻറ്റു 2 ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം? 2-ൽ നിന്ന് 1 കുറയ്ക്കണം, 1 കിട്ടി. 2-ൽ നിന്ന് 1 കുറച്ചാൽ 1 കിട്ടി. 1 മീൻസ് 100. 1 വെച്ച് കഴിഞ്ഞാൽ 100 ഡിവൈഡ് ബൈ n. ഇതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. 100 ഡിവൈഡ് ബൈ ഇവിടുത്തെ n എത്ര? n എന്ന് വെച്ചാൽ എത്ര വർഷം കൊണ്ടാണോ ഇരട്ടിയായത് അതാണ് n. 20 വർഷം കൊണ്ടാണ് ഇരട്ടിയായത്, അതുകൊണ്ട് ഡിവൈഡ് ബൈ 20. ക്ലിയർ ആണോ? 0 ക്യാൻസൽ ചെയ്തു, 2-ഉം 10-ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 5. ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 5%. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ?
അങ്ങനെയാണെങ്കിൽ ദേ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുന്നു. ദേ 2-3 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 8 വർഷം കൊണ്ട് 20 എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് 8 വർഷം കൊണ്ട് ഇരട്ടിയായെങ്കിൽ പലിശ നിരക്ക് എത്ര? 8 വർഷം കൊണ്ടാണ് ഇരട്ടിയായെങ്കിൽ പലിശ നിരക്ക് എത്ര? ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരട്ടി ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? 100 ഡിവൈഡ് ബൈ n. 100 ഡിവൈഡഡ് ബൈ n എന്ന് വെച്ചാൽ 8 വർഷം കൊണ്ടാണ് ഇരട്ടിയായത് അല്ലേ. 100 ഡിവൈഡ് ബൈ 8 എത്ര കിട്ടും നമുക്ക്? 12 1/2%. 12 1/2%. ക്ലിയർ ആണോ? ദേ ഒന്നും കൂടെ ചെയ്ത് നോക്കിയേ. ഒരു തുക സാധാരണ പലിശ നിരക്ക് പ്രകാരം 12 വർഷം കൊണ്ട് 3 ഇരട്ടിയായെങ്കിൽ, ഇരട്ടി എന്നുള്ളത് ഞാൻ വെട്ടിയിട്ട് 3 ഇരട്ടിയായെങ്കിൽ എന്നാക്കി ക്വസ്റ്റ്യൻ. 3 ഇരട്ടിയായെങ്കിൽ 12 വർഷം കൊണ്ട് 3 ഇരട്ടിയായി. 3 ഇരട്ടിയായെങ്കിൽ 3 × 3 എന്നാണ് അർത്ഥം അല്ലേ. 3-ൽ നിന്ന് 1 കുറയ്ക്കുന്നു 2. 200 ഡിവൈഡഡ് ബൈ n എന്നാണുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ല ഇക്വേഷൻ. അത് ഓർത്ത് വെച്ചേക്കുക. 200 ഡിവൈഡഡ് ബൈ 12 200 ഡിവൈഡ് ബൈ 12 അതാണ് ആൻസർ. ക്ലിയർ ആണോ? പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദേ തൊട്ടടുത്ത മോഡലൊന്ന് നോക്കിയേ. ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. ഇത് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്തിലെ ആദ്യത്തെ വരിയാണ്, മാറ്റമില്ല. ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. ഇനിയാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അത് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയാകണമെങ്കിൽ അത് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയാകണമെങ്കിൽ എത്ര വർഷം വേണം? 10 ഇരട്ടിയാകണമെങ്കിൽ ഇവിടെ നോക്കിയേ. 5 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് 10 ഇരട്ടിയാകണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരും? 10 ഇരട്ടിയാകണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരും? ദേ നിങ്ങൾ നോക്കേണ്ടത്, ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ നമുക്ക് 10 ഇരട്ടിയാണ് ആകേണ്ടത്. എത്ര ഇരട്ടിയാകണം? 10 ഇരട്ടിയാകണം. ആ 10-ൽ നിന്ന് 1 കുറച്ച്, 10-ൽ നിന്ന് 1 കുറച്ച് എഴുതി 9. എത്ര? 10 ഇരട്ടിയാകണം അല്ലേ. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആ 10 ഇരട്ടിയാകണം. ഞാൻ എന്ത് ചെയ്തു? 10-ൽ നിന്ന് 1 കുറച്ച് എഴുതി 9. ഇനി ഇരട്ടിയാകാനെടുത്ത വർഷം എത്രയാണ്? ഇരട്ടിയാകാനെടുത്ത വർഷം എന്ന് പറയുന്നത് 5 വർഷമാണ് അല്ലേ. 5 വർഷം ഇരുന്നപ്പോഴാണ് അത് ഇരട്ടിയായത്. ആ 5 കൊണ്ട് ഞാൻ ഈ 9-നെ അങ്ങ് ഗുണിക്കുന്നു. 5 കൊണ്ട് 9-നെ ഗുണിക്കുമ്പോൾ 45 എന്ന് കിട്ടി. അതായത് 10 ഇരട്ടിയാകാൻ 45 വർഷം വേണ്ടി വരും. 10 ഇരട്ടിയാകാൻ 45 വർഷം വേണ്ടി വരും. ക്ലിയർ ആണോ പറഞ്ഞത്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ വരെ നമ്മൾ പഠിച്ചിരുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനാണ്, പലിശ നിരക്ക് കാണാനായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, അത് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയാകാൻ എത്ര വർഷം വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ എന്ത് ചെയ്തു? ഇനി നമുക്ക് 10 ഇരട്ടിയാകണം അല്ലേ. ആ 10-നെ ഞാനിഞ്ഞെടുത്തു. 10-ൽ നിന്ന് 1 കുറയ്ക്കുന്നു 9 എഴുതി. ഇനി ഇരട്ടിയാകാനെടുത്ത വർഷം എത്രയാ? 5 വർഷം. ആ 5 വർഷം കൊണ്ട് ഞാൻ ഇൻറ്റു ചെയ്യുന്നു 45 എന്ന് കിട്ടി. അപ്പം 10 ഇരട്ടിയാകാൻ എത്ര വർഷം കാത്തിരിക്കണം നമ്മൾ? 45 വർഷം കാത്തിരിക്കണം. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ ചെയ്തത്? ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് തിരുത്തി എഴുതിയിട്ട് 2-3 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ദേ നോക്കിയേ. ഒരു തുക സാധാരണ പലിശ പ്രകാരം 4 വർഷം കൊണ്ട് ഇരട്ടിയായെങ്കിൽ, 4 വർഷം കൊണ്ട് ഇരട്ടിയായെങ്കിൽ അത് മുടക്കുമുതലിൻ്റെ 7 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? എങ്ങനെ ചെയ്യുന്നത്? എത്രയാണോ ഇരട്ടിയാക്കേണ്ടത് ആ ഇരട്ടിയാക്കേണ്ട നമ്പേഴ്സിനെ 7 അല്ലേ. ആ 7-ൽ നിന്ന് ഞാൻ 1 കുറച്ച് എഴുതുന്നു 6. 7-ൽ നിന്ന് 1 കുറച്ച് എഴുതി 6. എത്ര വർഷം കൊണ്ടാണ് ഇരട്ടിയായത്? 4 വർഷം കൊണ്ടാണ്. ആ 4-നെ ഞാൻ ഗുണിക്കുന്നു. 6 4 24. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും ഞാനൊന്ന് ചേഞ്ച് ചെയ്യുന്നു. നമുക്ക് അടുത്ത ചെയ്തൊന്ന് പഠിച്ചു നോക്കാം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 8 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്കുമുതലിൻ്റെ 5 ഇരട്ടിയാകണമെങ്കിൽ, മുടക്കുമുതലിൻ്റെ 5 ഇരട്ടിയാകണമെങ്കിൽ എത്ര വർഷം വേണം? എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? എത്ര ഇരട്ടിയാണോ നമുക്ക് ആക്കേണ്ടത് ആ ഇരട്ടിയിൽ നിന്നും 1 കുറയ്ക്കുക. 5 ഇരട്ടിയാക്കണം. 5-ൽ നിന്ന് 1 കുറച്ചെഴുതി 4. ക്ലിയർ ആണോ? ഇനി ഇരട്ടിയാകാനെടുത്ത വർഷം എത്ര? 8. ഇരട്ടിയാകാനെടുത്ത വർഷം 8 ആണ്. ആ 8 കൊണ്ട് ഗുണിക്കുന്നു. 8 × 4 32. ക്ലിയർ ആണോ? പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ അടുത്ത മോഡൽ ഒന്ന് ചെയ്ത് നോക്കാം. മോഡൽ 29. അപ്പം കലണ്ടർ ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കൊന്നും നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, അത് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതേ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ തന്നിരിക്കുന്നതിൽ അതിവർഷം ഏത്? അതിവർഷം മീൻസ് എന്താ അതിവർഷം? അതിവർഷം എന്ന് പറയുന്നത് 4 വർഷം കൂടിയിരിക്കുമ്പോൾ വരുന്നതിനാണ് അധിക വർഷം എന്ന് പറയുന്നത്. നമ്മൾ ഫെബ്രുവരിയിൽ 29 എന്ന് പറയുന്ന ഒരു ദിവസം കൂടി ആഡായി വരുന്നത്, അതാണ് അതിവർഷം. ഇവിടെ നോക്കിയേ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4
ഓപ്ഷനകത്തിൽ ഏത് വർഷമാണ് അതിവർഷമെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് അതിവർഷമെന്ന് കണ്ടുപിടിക്കുക. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് അതിവർഷമെന്ന് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതിവർഷം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ ഓരോ വർഷത്തെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. ഓരോ വർഷത്തെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നൂറ്റാണ്ടാണ് തരുന്നതെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. 400 കൊണ്ട്, നൂറ്റാണ്ട് മീൻസ് ഇത് നൂറ്റാണ്ടാണ് അല്ലേ. അവസാനം 20 വരുന്ന കണ്ടോ, അവസാനം 20 വരുന്നതെങ്കിൽ അത് നൂറ്റാണ്ടാണ്. ആ നൂറ്റാണ്ടിനെ 400 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. ഒന്നെങ്കിൽ സാധാരണ വർഷമാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. അതിവർഷമാണോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. സാധാരണ വർഷമാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നൂറ്റാണ്ടാണ് തരുന്നതെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. പറഞ്ഞ ക്ലിയർ ആണോ? അപ്പോൾ ഓരോ സംഖ്യയും നമുക്കെടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1914 ആദ്യത്തെ സംഖ്യയാണ്. 1914 ഡിവൈഡ് ബൈ 4 അല്ലേ. ഇത് നൂറ്റാണ്ടല്ല, അതുകൊണ്ട് സാധാരണ വർഷമായതുകൊണ്ട് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ എളുപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ആദ്യത്തെ വീഡിയോ, ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. എങ്ങനെ ഒരു നമ്പറിനെ കണ്ടു കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, 6 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്നൊക്കെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കുന്ന കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാകാത്തവർ, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാൽ മനസ്സിലാകാത്തവർ എന്ത് ചെയ്യുക, ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. ഇതേ നോക്കി 1914 ഡിവൈഡ് ബൈ 4 അവസാനത്തെ 2 നമ്പേഴ്സ് എടുക്കുക. 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം 1914നെ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അടുത്ത് നോക്കുക 1800 എന്ന് പറയുന്ന അവസാനം 2 0 വന്നു. അതുകൊണ്ട് നമുക്ക് പറയാം അതൊരു നൂറ്റാണ്ടാണ്. അതുകൊണ്ട് 1800നെ 400 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്ത് നോക്കാൻ. 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, 0 ക്യാൻസൽ ചെയ്ത് 18 ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പൂർണ്ണമായിട്ടും? ഇല്ല, പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം അതും നമ്മുടെ ഓപ്ഷനിൽ നിന്ന് വെട്ടിക്കളയണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി 1936 ഡിവൈഡഡ് ബൈ 4 കൊണ്ട് എളുപ്പം ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അവസാനത്തെ 2 നമ്പർ എടുക്കുക. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയും. 9 × 4 36. അതുകൊണ്ട് നമുക്ക് 1936നെ പൂർണ്ണമായിട്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. നമുക്ക് പറയാം ഇതിനകത്തിലെ അതിവർഷം എന്ന് പറയുന്നത് 1936 ആണ്. അപ്പോൾ അതിവർഷം കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? തന്നിരിക്കുന്ന വർഷങ്ങളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. പൂർണ്ണമായിട്ടും കഴിയുമെങ്കിൽ അതാണ് അതിവർഷം. ഇനി നൂറ്റാണ്ടാണ് തരുന്നതെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ അടുത്ത കുറേ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. 1934 ഒരു സാധാരണ വർഷമാണല്ലേ, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ? അവസാനത്തെ 2 നമ്പർ എടുക്കുക. 34നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് നമുക്ക് പറയാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു അതിവർഷമല്ല. അടുത്ത് നോക്കി 1600 എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ടാണ് അല്ലേ. 1600 എന്ന് പറയുന്ന നൂറ്റാണ്ടായതുകൊണ്ട് നമുക്ക് പറയാം അതിനെ എത്ര കൊണ്ടാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്? 400 കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കണം. 0 ക്യാൻസൽ ചെയ്ത് 16 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും അല്ലേ. നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് പറയാം 1600 എന്നുള്ളതാണ് അധിക വർഷം. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പോൾ അതിവർഷം കണ്ടുപിടിക്കേണ്ട രീതി നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇട്ട് നിങ്ങൾ തന്നെ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. മോഡൽ 30 നോക്കിയേ. ഒരു മാസത്തിലെ 28ാം തീയതി, ഒരു മാസത്തിലെ 28 എന്ന് പറയുന്ന തീയതി വ്യാഴാഴ്ചയാണ്. ഒരു മാസത്തിലെ 28 എന്ന് പറയുന്ന തീയതി വ്യാഴാഴ്ചയാണ്. 28 വ്യാഴമാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ളത് ഏതാഴ്ചയാണ്? 5 തവണ വരാൻ സാധ്യതയുള്ളത് ആഴ്ചയാണ്. നോക്കിയേ, ഒരു മാസത്തിലെ 28ാം തീയതി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് എങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ളത് ഏതാഴ്ചകളാണ് എന്നാണ് ക്വസ്റ്റ്യൻ്റെ. പഠിച്ചു വെച്ചേക്കുക, പഠിച്ചു വെച്ചേക്കുക. ഏത് മാസം എടുത്താലും അതിനകത്തിലെ 29, 30, 31 എന്നീ ആഴ്ചകൾ, 29 വരുന്ന ആഴ്ച ഏതാണെന്ന് നോക്കണം, 30 വരുന്ന ആഴ്ച ഏതാണെന്ന് നോക്കണം, 31 വരുന്ന ആഴ്ച ഏതാണെന്ന് നോക്കണം. ഈ ആഴ്ചകളെല്ലാം എത്ര തവണ ആവർത്തിക്കും? 5 പ്രാവശ്യം ആവർത്തിക്കും. 5 പ്രാവശ്യം എന്ത് ചെയ്യും? ആവർത്തിക്കും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? എന്താ പറഞ്ഞേക്കുന്നത്? ഏത് മാസം എടുത്താലും 29, 30, 31 എന്നീ ദിവസങ്ങൾ വരുന്ന ആഴ്ചകൾ
5 പ്രാവശ്യം ആവർത്തിക്കും. 5 പ്രാവശ്യം ആവർത്തിക്കും. ഇവിടെ എന്താ ചോദിച്ചാൽ 28 എന്നുള്ളത് വ്യാഴാഴ്ചയാണെങ്കിൽ 5 തവണ വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെ ആഴ്ചയാണെന്നല്ലേ ക്വസ്റ്റ്യൻ. നോക്കിയേ, 28 വ്യാഴമാണെങ്കിൽ 29 എന്തായിരിക്കും? വെള്ളിയായിരിക്കും. 29 വെള്ളിയായിരിക്കും. 30 ശനിയായിരിക്കും. 31 ഞായറായിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷനകത്തിൽ വെള്ളി, ശനി, ഞായർ ഇതിൽ 3 ദിവസം എന്ത് ചെയ്യും? ഈ 3 ആഴ്ചകളും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും എന്ത് ചെയ്യും? 5 പ്രാവശ്യം ആവർത്തിക്കും. നമ്മുടെ ഓപ്ഷനകത്തിൽ ഏതാണോ തന്നിരിക്കുന്നത് അത് ടിക്ക് ചെയ്യുക. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? വെള്ളി, ശനി, ഞായർ 29, 30, 31 ഈ ദിവസങ്ങൾ വരുന്നത് ഏത് ആഴ്ചയാണോ ആ ആഴ്ച 5 തവണ ആവർത്തിക്കും. എങ്ങനെയാണെങ്കിൽ ഈ മാസം വെള്ളി 5 തവണ ആവർത്തിക്കും, ശനി 5 തവണ ആവർത്തിക്കും, ഞായർ 5 തവണ ആവർത്തിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? എങ്കിലാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഒരു മാസത്തിലെ 30-ാം തീയതി വ്യാഴാഴ്ചയാണ് എങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം, ഒരു മാസത്തിലെ 29, 30, 31 ദിവസങ്ങൾ എന്ത് ചെയ്യും? 5 തവണ ആവർത്തിക്കും. ഇവിടെ 30-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 31 എന്തായിരിക്കും? വെള്ളിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ 29 എന്തായിരിക്കും? ബുധനായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 ദിവസവും ആ മാസത്തിൽ എത്ര തവണ ആവർത്തിക്കും? 5 തവണ ആവർത്തിക്കും. ഓപ്ഷൻ ഇതിൽ 3-ൽ ഏതാണോ തരുന്നത് അത് ടിക്ക് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ വീഡിയോസ് ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.